ഒരൊറ്റ ആഴ്ച കൊണ്ട് ചാറ്റ് ബോട്ടുകളിലെ കൊലകൊമ്പനായ ചാറ്റ് GPT-യെയും മെറ്റ AI-യെയും ജെമിനിയെയും എന്തിന് കോപ്പൈലറ്റിനെയും പോലും മലർത്തിയടിച്ച് ഒന്നാം സ്ഥാനത്ത് പുതിയൊരു ചാറ്റ് ബോട്ട് വരണമെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? ചൈന പുതുതായി അവതരിപ്പിച്ച ഡീപ് സീക്ക് എന്ന പുതിയ AI ടൂളിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ചാറ്റ് ബോട്ട് മറ്റുള്ള ചാറ്റ് ബോട്ടുകളെ പോലെയല്ല. നിങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ളതും സ്വാഭാവികത നിറഞ്ഞതും വളരെ കൃത്യതയുമുള്ള ഉത്തരമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പഠനാവശ്യങ്ങൾക്കായി അസൈൻമെൻറ്റും പ്രൊജക്റ്റും തയ്യാറാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ വർക്കിന് പോലും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഡീപ് സ്പീക്കിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ ഭാഷാ ഉപയോഗമാണ്. മലയാളമടക്കം എല്ലാ ഭാഷകളും വളരെ വ്യക്തമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത് നൽകിയ ചില ഉത്തരങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഐഫോണിലും. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന്, അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഡീപ് സീക്ക് എന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്ത സ്പെല്ലിംഗ് കാണാം. ഡീപ്പ് സീക്കാണ്, സ്പീക്ക് അല്ല. ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ അഗ്രി കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യം ഓപ്പൺ ആയി വരുന്നത് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷനാണ്, സൈൻ അപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന താഴെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ഇവിടെ മുകളിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ എൻ്റർ ചെയ്തതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. 2 തവണ പാസ്വേഡ് എൻ്റർ ചെയ്യണം. രണ്ടും ഒന്ന് തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ ജിമെയിലിൻ്റേതല്ലാത്ത മറ്റേതെങ്കിലും പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്തായിട്ട് സെൻഡ് കോഡ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ താഴെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് മുകളിൽ നിങ്ങൾ ആൻസർ കൊടുക്കണം ആ ചിത്രത്തിൽ. ഓക്കെ, ഇപ്പോൾ എനിക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ചെറിയ യെല്ലോ കളറുള്ള പിരമിഡ് സെലക്ട് ചെയ്യാനാണ്. അതിവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ തന്നെ അത് സക്സസ് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജിമെയിൽ ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ഇവിടെ സെക്കൻഡ് ഉണ്ട്, 44 സെക്കൻഡാണ്. അതിനുള്ളിൽ എൻ്റർ ചെയ്യണം. ഇതുപോലെ നിങ്ങൾക്ക് ജിമെയിൽ പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ ആപ്ലിക്കേഷൻ്റെ അകത്ത് വന്നിട്ട് ഇവിടുത്തെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് സൈൻ അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ ഡീപ് സീക്ക് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ വലതുഭാഗത്ത് താഴെയായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോയും QR കോഡും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വെബ് സെർച്ച് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറിൽ എന്താണ് ചോദ്യം ചോദിക്കേണ്ടത് അത് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ ഉത്തരം പറഞ്ഞു തരും. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഇതിനോട് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഞാൻ ചോദിച്ച ഭാഷയിൽ തന്നെ അത് മറുപടി പറയും. അതായത് ഇപ്പോൾ മലയാളത്തിൽ ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാഷയൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതു ഭാഷയിലാണ് ചോദിക്കുന്നത് ആ ഭാഷയിൽ തന്നെ കണ്ടോ, വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് ആൻസർ ഇതുപോലെ നൽകുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ചാറ്റ് GPTയും ജെമിനിയിലൊക്കെ പ്രീമിയം പർച്ചേസ് ചെയ്തിട്ട് ഉത്തരങ്ങൾ തരുന്നില്ലേ, അത് ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അതായത് ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെ അവരുടെ പ്രീമിയം സെഗ്മെൻ്റൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള മലയാളമാണ് ഇത് ഔട്ട്പുട്ടായിട്ട് നൽകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക്. പിന്നെ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് നമുക്ക് ജെമിനി പോലെ ഒന്നും മൊബൈൽ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല. അതുപോലെ തന്നെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു ചാറ്റ് ബോട്ടാണ്, അത്ര തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.